മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കുരുക്കായി സ്വന്തം മൊഴി. CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നാണ് വീണ SFIOയ്ക്ക് നൽകിയ മൊഴി. IT സേവനങ്ങൾക്കാണ് വീണയുടെ IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക്കിന് CMRL പണം നൽകിയത് എന്ന വാദമാണ് പൊളിയുന്നത്. SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടുതൽ ഏജൻസികൾക്ക് കൈമാറി. CMRLന്റെ 13 കോടിയുടെ വിദേശ ഇടപാടിലും വിശദമായ അന്വേഷണം. മാസപ്പടി കേസിൽ അന്വേഷണം പൂർത്തിയാക്കി SFIO അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലാണ് വീണയ്ക്ക് തന്നെ കുരുക്കാകുന്ന മൊഴിയുള്ളത്. CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് വീണയുടെ മൊഴിയിലുണ്ട്. IT അനുബന്ധ സേവനങ്ങൾ നൽകാതെ IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക് എന്തിന് പണം കൈപ്പറ്റിയെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിലൂടെ 2,78 ലക്ഷം രൂപയാണ് വീണയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് പണം നൽകി വന്നിരുന്നത്. എക്സാലോജിക്കിന് നൽകി വന്ന 3 ലക്ഷത്തിന് പുറമെ 5 ലക്ഷം രൂപ വീതം വീണയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിനിടെ മാസപ്പടി കേസ് കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് നീങ്ങുകയാണ്. SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നീ ഏജൻസികൾക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. CMRLന്റെ 13 കോടി രൂപയുടെ വിദേശ ഇടപാടിൽ വിശദമായ അന്വേഷണമാണ് SFIO നിർദ്ദേശിച്ചിരിക്കുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ അടുത്ത ബന്ധുവായ അനിൽ ആനന്ദപ്പണിക്കരുടെ വിദേശ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ പണത്തെക്കുറിച്ചാണ് വിശദമായ അന്വേഷണം. ജനം, കൊച്ചി.